ഇവനിത് എപ്പ എത്തി? ആരവ്, ആരവ് എണീക്ക്. ആരവ് എഴുന്നേക്കാൻ. എന്നെ ശല്യം ചെയ്യലേ. ഞാൻ കുറച്ചേരം കൂടെ ഒന്ന് ഉറങ്ങിക്കോട്ടെ. നിങ്ങൾ എന്നെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. നീ ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയില്ലേ? രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. അതെന്താ നീ രാത്രി ഉറങ്ങാത്തെ? രാത്രി നീ വല്ല പണിക്കും പോകുന്നുണ്ടോ? ഞാൻ എവിടെയും പോയില്ല. ഇന്നലെ രാത്രി നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ. നീ എവിടെ പോയതാ? അത് ഞാൻ നിങ്ങളുടെ റീന മാമിനെ രക്ഷിക്കാൻ വേണ്ടി പോയതാ. മാമിനെ രക്ഷിക്കാനോ? അതിന് മാം എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടോ? ഇവിടെ കള്ളം കേറിയോ? നീ കള്ളനെ ഓടിച്ചോ? അതൊന്നും അല്ല. പിന്നെ നീ എങ്ങനെ മാമിനെ രക്ഷിച്ചത്? അത് പിന്നെ എന്നെ ഇതിനകത്ത് ആരെങ്കിലും കണ്ടിട്ടേ പോലീസിനെ അറിയിച്ച റീന മാമിനെ അറസ്റ്റ് ചെയ്യില്ലേ? അങ്ങനെ സംഭവിക്കാതിരിക്കാനാ ഞാൻ ഇന്നലെ രാത്രി മാറിയുന്നത്. എടാ നീ സൂക്ഷിക്കണം. ഇന്നലെ അനു ഒരു സ്വപ്നം കണ്ടു. എന്നെ ACP അറസ്റ്റ് ചെയ്തതാണ്. അതല്ല അനു കണ്ട സ്വപ്നം. എന്നെ ACP കൊണ്ടുപോകാൻ നേരം അനു അയാളുടെ തോക്ക് തട്ടിയെടുത്ത് എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചു ഇല്ലേ? അങ്ങനെ ഓർക്കാപ്പുറത്ത് വെടിപൊട്ടി. ആ വെടിയേറ്റ് വൃന്ദ വീണു. ഇതെല്ലാം അനു കണ്ട സ്വപ്നം. അനു, സ്വപ്നത്തിലാണെങ്കിലും നിന്റെ ധൈര്യം അപാരം തന്നെ. റിയൽ ലൈഫിൽ നീ ഇങ്ങനെ ചെയ്തോളല്ലേ? ചെയ്താ എന്നെ പോലെ നിനക്ക് ഒളിച്ചു നടക്കേണ്ടി വരും. അല്ല, ഈ സ്വപ്നത്തിന്റെ കാര്യം വള്ളി പുള്ളി മാറാതെ നീ എങ്ങനെ അറിഞ്ഞു? നീ അതിനിവിടെ ഇല്ലായിരുന്നല്ലോ. പിന്നെങ്ങനാ നീ ഇതെല്ലാം എത്ര കൃത്യമായിട്ട് മനസ്സിലാക്കിയത്? ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ പരസ്പരം പറയുന്നത് കേട്ടതാ. അല്ലാതെ ഇതൊന്നും അറിയാനുള്ള സിക്സ് സെൻസ് എനിക്കില്ലല്ലോ. ചില സമയത്തെ കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഫലിക്കുമെന്ന് മുത്തശ്ശൻ പറയാറുണ്ട്. അപ്പം ഞങ്ങളുടെ സ്വപ്നം വലിക്കുവോ? ഒരാൾ കാണുന്ന സ്വപ്നം എങ്ങനെയാ നടക്കുന്നേ? അത് ഇമ്പോസിബിളാ. എന്തായാലും ആരവേ, നീ കൂടുതൽ സൂക്ഷിക്കണം. നീ നിന്റെ ഇഷ്ടത്തിന് ഇവിടുന്ന് ഇറങ്ങുന്നതും പോകുന്നതും എല്ലാം നിയന്ത്രിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിലേ പണി കിട്ടും മോനെ. ഇക്കാര്യത്തിലേ എന്നെക്കാളും സൂക്ഷിക്കേണ്ടത് നിങ്ങളാ. എന്തിന്? ഞങ്ങളാരും കുറ്റം ചെയ്തിട്ടില്ലല്ലോ. പിന്നെ തന്നെ ഞങ്ങള് പേടിക്കേണ്ട ആവശ്യം? അതെന്താണെന്നേ നിങ്ങൾ കുറച്ചു നേരം അവിടെ പോയിരുന്ന് ആലോചിക്കേ. ഞാനൊന്ന് കിടക്കട്ടെ. ഗുഡ് മോർണിംഗ് മാഡം. കോഫി. മന്ദാകിനി അവിടെ നിന്നേ. എന്താ മാഡം, വേറെന്തെങ്കിലും ആവശ്യമുണ്ടോ? മന്ദാകിനിക്ക് ഈടായിട്ട് നല്ല ഭയം ഉണ്ടല്ലോ. മന്ദാകിനി പറയുന്നതൊക്കെ കേട്ടിട്ട് എനിക്കും നല്ല പേടിയായി തുടങ്ങി. മാഡത്തിന് ഇന്നലെ രാത്രിയിലത്തെ സംഭവത്തോടെ എല്ലാം വിശ്വാസമായി തുടങ്ങിയോ? ഇപ്പൊ മാഡത്തിന് കാര്യങ്ങളൊക്കെ വിശ്വാസമായില്ലേ? മാഡം വരെ പേടിക്കണു. പിന്നെ എന്റെ കാര്യം പറയണോ മാഡം? എനിക്ക് മന്ദാകിനിയുടെ കാര്യത്തിലാ പേടി. അനാവശ്യമായ ഭയം തലയ്ക്ക് പിടിച്ച് മന്ദാകിനിക്ക് വല്ലതും സംഭവിക്കുമെന്നാ എന്റെ പേടി. മന്ദാകിനിക്ക് രാത്രിയും പകലും എല്ലാം ഭയമല്ലേ?
ഈ മാനസികാവസ്ഥയിൽ മന്ദാകിനി ഇവിടെ ജോലി ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ഇവരെന്നെ ജോലിന്ന് പറഞ്ഞുവിടാൻ പോവാണോ? അയ്യോ മാഡം, എന്നെ ജോലിന്ന് പറഞ്ഞു വിടല്ലേ മാഡം. നിവൃത്തിയില്ലാതെ വന്ന പിന്നെ എന്ത് ചെയ്യും?